ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വിദ്യാർത്ഥികളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഞങ്ങളുടെ ലൈവുകൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല, മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മടിക്കേണ്ട, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കീം അഡ്മിഷന് മാത്രമല്ല, ഇനി അങ്ങോട്ട് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ലൈഫിൽ ഒരുപാട് സപ്പോർട്ടുകളും ഒരുപാട് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഇന്റേൺഷിപ്പ് സപ്പോർട്ടുകൾ എല്ലാമായിട്ട് ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കീമുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ആ തീയതികളിൽ കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടിയാണ്. അപ്പോൾ എന്നാണ് കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്, എന്നാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത്, അതിനുശേഷം എന്നാണ് ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഉൾപ്പെടെയുള്ള ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ കീമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നോക്കിയവർക്ക് ഇത് സുപരിചിതമായിരിക്കും. എന്നാലും ഒന്നുകൂടി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഉപകാരപ്രദമാണ് എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതൊരു അഭ്യർത്ഥനയാണ്. കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്താണ്, ജൂലൈ 28 രാവിലെ 11 മണി വരെ, അതായത് രാത്രി 11:59 വരെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കൺഫർമേഷന്റെ സമയം കഴിയുകയാണ്. അതിനുശേഷം കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. ജൂലൈ 25 നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷന്റെ ഡേറ്റ് തുടങ്ങിയത്. 28/7 ജൂലൈ 28 11:59 വരെ ആ ഒരു സൗകര്യം ഉണ്ടായിരിക്കും. അതിനുശേഷം 29-ാം തീയതി, അതായത് പിറ്റേന്ന് തന്നെ അതിന്റെ താൽക്കാലിക പ്രൊവിഷണൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് വന്ന പോലെ പ്രൊവിഷണൽ സെക്കൻഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് വരും. അതിനും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവസാനം ഒരു ഫൈനൽ കൺഫർമേഷൻ ആയിട്ട് ജൂലൈ 30/7/2025 രണ്ടാം ഘട്ടത്തിന്റെ ഫൈനൽ അലോട്ട്മെന്റ് ലിസ്റ്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് പബ്ലിഷ് ചെയ്യുന്നു. ഇപ്പൊ കിട്ടാത്ത ഒരുപാട് പേർക്കും ആ ലിസ്റ്റിൽ പേരുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് വളരെ പ്രതീക്ഷയോടെ ഇരിക്കുക എന്നാണ് പറയാനുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ദ റിയൽ ഫേസ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ പാരന്റ്സിനോടൊപ്പം ഫീസുകളൊക്കെ ആയിട്ട് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ട തീയതി എന്ന് പറയുന്നത് 31/7/2025 മുതൽ 4/8/2025, അതായത് ഓഗസ്റ്റ് 4 വരെയാണ്. അതായത് ഇങ്ങനെയാണ് പറയുന്നത്, എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ലഭിച്ച അപേക്ഷകർ അതാത് കോളേജുകൾ വെബ്സൈറ്റിൽ ലഭിച്ച കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണ്. ഫീസ് അടച്ച് അലോട്ട്മെന്റ് ലഭിച്ച കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണ് എന്നൊരു കാര്യം കൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില കോളേജുകളിൽ ഓൺലൈൻ ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ സാധാരണ ഞാൻ വിചാരിക്കുന്നത് കോളേജുകളിലേക്ക് പോയി അഡ്മിഷൻ എടുക്കുന്ന ഒരു രീതി തന്നെയാണ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ ഓരോ കോളേജുകളിലും അതിൻ്റെതായിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് നമ്പറുകൾ കൂടിയുണ്ട്. അതും വരുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നിലവിലുള്ള കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അടുത്ത ഫേസ് ഓഫ് അലോട്ട്മെന്റും വന്നേക്കാം. അപ്പോൾ എന്തൊക്കെയായാലും ഓഗസ്റ്റ് 14-നകത്ത് ഈ അലോട്ട്മെന്റും അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ പോലും ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കോട് കൂടി അല്ലെങ്കിൽ 20-ന് ശേഷം നമുക്ക് ക്ലാസ്സുകൾ, നിങ്ങളുടെ ബിടെക് ക്ലാസ്സുകൾ തുടങ്ങുന്ന രീതിയിൽ ഒരു അക്കാദമിക് കലണ്ടർ തന്നെ ഇത്തവണ പ്രതീക്ഷിക്കാം. KTU ആണ് ഞാൻ പറയുന്നത്. കേരളയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കാം. കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 27-ാം തീയതിയാണ് ബിടെക്കിന്റെ ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകൾ തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ അതിന് മുമ്പ് തന്നെ തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാരും അധികൃതരും ഒക്കെ ഉള്ളത്. അപ്പോൾ കാത്തിരിക്കാം. നിങ്ങൾ വീണ്ടും കോളേജുകളിലേക്ക് പോവാണ്, നിങ്ങളുടെ കൂടെ പഠിച്ചവരെല്ലാം ഇപ്പോൾ ഡിഗ്രി കോളേജുകളിൽ പോയി ക്ലാസ്സുകൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാകും. പക്ഷെ നിങ്ങൾ വൈകിയായിട്ടുണ്ടെങ്കിലും പോകേണ്ടത് നല്ലൊരു കോഴ്സ്, നല്ലൊരു കോളേജുകൾ പഠിക്കാൻ തന്നെ ആകട്ടെ. കാത്തിരിക്കാം. ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.